അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. നോമ്പ് തുടങ്ങിയാലേ തരികാച്ചിയത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നത്തെ നോമ്പ് തുറക്ക് തരികാച്ചിയതോടു കൂടി തന്നെ നമുക്കങ്ങ് തുടങ്ങാം. പിന്നെ ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് കാണിക്കാനെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ ഈ വ്ളോഗ്. ആവിയിൽ വേവിച്ചെടുക്കാനെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് 2-3 കാര്യങ്ങളാണ്. ഇടിയപ്പം, ഡംപ്ലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയത് ചിക്കൻ കട്ട്ലറ്റ്, ചെമ്മീൻ ഡംപ്ലിങ്സ്, ചെമ്മീൻ സ്റ്റഫ് ചെയ്തുകൊണ്ട് ഇടിയപ്പം അടയാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അതേപോലെ നാസ്തക്ക് വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റൂവും വാട്ടിപ്പത്തിലുമാണ് ഉണ്ടാക്കിയത്. പിന്നെ നോമ്പ് തുറക്കാനായിട്ട് ടാങ്ക് സോഡ ഉണ്ട്. അത് പിന്നെ ഇന്നലെ കാണിച്ചത് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഡീറ്റെയിൽ ഒന്നും പറയാത്തത്. അപ്പം ഞാനിപ്പം ഡംപ്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബസ്മതി റൈസ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്നങ്ങ് ആദ്യം കുതിർത്ത് വെക്കുകയാണ്. ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. അന്നേരം തന്നെ ഞാൻ കുറച്ച് പുഴുങ്ങലരിയും കുതിർത്ത് വെച്ചിട്ടുണ്ട്. വാട്ടിപ്പത്തലിനും ഇടിയപ്പത്തിനും സെയിം അരിമാവ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. വാട്ടിപ്പത്തലിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണേ. 2 ഗ്ലാസ് പുഴുങ്ങലരിക്ക് 1/4 ഗ്ലാസ് പച്ചരി എന്ന കണക്കിന് പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. എന്നിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് ഒരു മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ടിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ മുഴുവൻ അരിയും അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്താൽ നല്ല നൈസ് പത്തിരി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് കുറച്ചായി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. പാനിൽ നിന്ന് വിട്ടു വന്നാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഡംപ്ലിങ്സിന് വേണ്ടിയിട്ടുള്ള റൈസ് ഞാൻ എടുത്തിട്ട് ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനും കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കനും ഞാനിപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. കട്ട്ലറ്റിൻ്റെ ചിക്കൻ ബോൺലെസ് പീസാണ്. ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ആദ്യം വേവിച്ചെടുക്കുകയാണ്. ഇപ്പം കട്ട്ലറ്റിൻ്റെ ചിക്കനും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഒരു മീഡിയം സൈസിലുള്ള സവാളയും 2-3 പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാള നന്നായി സോഫ്റ്റായി കിട്ടണം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വറുത്തെടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങിലേക്ക് ഞാനിപ്പം ചിക്കൻ്റെ ചെറിയ പീസാക്കി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ബോളാക്കി എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡിലും മുട്ടയിലും മുക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പം ഡബിൾ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടും. സമയം ഇപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് മഗ്‌രിബ് അടുക്കുമ്പം എടുത്തിട്ട് ഷേപ്പാക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലറ്റൊക്കെ ഞാനിപ്പം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡംപ്ലിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കുറച്ച് ചെമ്മീൻ, കുറച്ച് സവാള അരിഞ്ഞത്, അതുപോലെ മല്ലിയില, പുതിനയില, കറിവേപ്പില, മുട്ടയുടെ മഞ്ഞ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ബോൾസൊക്കെ ഞാനിപ്പം ബസ്മതി റൈസ്, ഞാൻ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഉണ്ടല്ലോ, അതിലേക്ക് നന്നായിട്ടൊന്നങ്ങ് റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് ആവിയിലിട്ട് വേവിച്ചെടുക്കാം. ബസ്മതി റൈസ് ആവിയിൽ വേവുമ്പം നല്ല റൈസായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ആവിത്തട്ടിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ചെമ്മീനല്ല, ഒരുപാട് വേവിൻ്റെ സമയമൊന്നുമില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് അരി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കളറിട്ട് കൊടുത്തിട്ട് മുകളിലൊന്നിങ്ങനെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഡംപ്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതിന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇടിയപ്പം സ്റ്റഫ് ചെയ്യാം. അപ്പം ഇതിനു മുമ്പ് ഇടിയപ്പം സ്റ്റഫ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ടൊരു മസാല വേണം. ആ മസാലക്കായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വരുമ്പം 2-3 പച്ചമുളകും ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ക്യാരറ്റ് മതി. ക്യാരറ്റ് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെമ്മീനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും അതുപോലെ ഒരു തക്കാളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വേവിച്ച് യോജിപ്പിച്ചെടുക്കാം.
നോമ്പല്ലേ, അപ്പോൾ ഒരുപാടങ്ങ് സ്പൈസി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ മസാലപ്പൊടികളൊന്നും ചേർക്കാത്തത്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് യോജിച്ച് വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം വാട്ടിപ്പത്തലിൻ്റെ സെയിം അരി തന്നെയാണ് ഇടിയപ്പത്തിനും എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഈ ഇടിയൂന്നിയുടെ സൈഡിലൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അരിമാവ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അങ്ങ് ടൈറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഓരോ ഇലയിലായിട്ട് ഇടിയപ്പം അങ്ങ് ഊന്നിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അത്രയും സൈസിൽ അളവിലൊന്നും വേണ്ട, അടയായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് മാത്രം ഒരു 2 തവണ ഒന്ന് അങ്ങ് റൗണ്ട് ചെയ്തിട്ട് ചുറ്റിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പം ഇലയിലേക്ക് ഇടിയപ്പം കുറച്ച് ഊന്നി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ മസാല മതിയാവും. എന്നിട്ട് അതൊന്ന് അങ്ങ് മടക്കിയെടുക്കാം. ഒരുപാടങ്ങ് പ്രസ് ചെയ്തുകൊണ്ട് മടക്കണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യാം, ഒരാവി തട്ടിലിട്ട് വേവിച്ചെടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം. മസാലയിലേക്ക് മല്ലിയില ഇടാനായിട്ട് അരിഞ്ഞു വെച്ചിട്ട് അതങ്ങ് വിട്ടുപോയി ഇടാൻ. അപ്പം ഞാനിപ്പോൾ ഓരോ അട ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴും മസാല ഇടുന്ന കൂട്ടത്തിൽ കുറച്ച് മല്ലിയില മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആവി ചെമ്പിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 3-4 എണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇട്ടിട്ട് പൊട്ടിപ്പോകാനൊന്നും നിൽക്കണ്ടല്ലോ. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റോളം മാക്സിമം വേവിച്ചെടുക്കാം. അതിനുശേഷം വെന്ത് വന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇടിയപ്പം അട ഇവിടെ റെഡിയായി. അപ്പോൾ വാട്ടിപ്പത്തലും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കണ്ടോ. വാട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. അതാ പിന്നെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ വാട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം, അത് കാണണേ. പിന്നെ അതേപോലെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയാവുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം തേങ്ങ അരച്ചിട്ടാണ് ചേർത്തത്. തേങ്ങ പാലിന് പകരം നന്നായിട്ട് അരച്ചെടുത്ത തേങ്ങയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. തേങ്ങാപ്പാലാവുമ്പം തിളപ്പിച്ചെടുക്കേണ്ട, ഒന്ന് ചൂടാക്കിയാൽ മതി. തേങ്ങയായിട്ട് അരച്ചിട്ടത് കൊണ്ട് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പം 5:30 കഴിഞ്ഞു. ഇനി കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം എണ്ണ നന്നായി ചൂടാകാനായി വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് കുറച്ച് മാത്രമേ ഞാനിപ്പം പൊരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇതേപോലെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ്. അപ്പം ഫ്രിഡ്ജിലേക്കുള്ളത് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ബോളാക്കിയിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പ് ആക്കിയെടുക്കാം. ഞാനിപ്പം റൗണ്ട് ഷേപ്പ് തന്നെയാണ് ആക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായ എണ്ണയിലിട്ടിട്ട് 2-3 ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുന്നത് ഡബിൾ കോട്ടിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഡബിൾ കോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു തവണ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഡബിൾ കോട്ടിംഗ് എന്ന് പറയാം. അപ്പം കുറച്ച് ഞാനിപ്പം പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇനി തരികാച്ചിയത് ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ല നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മെൽറ്റാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ എന്ന് പറയുന്നത് എണ്ണം കണക്കാക്കാൻ പറ്റുന്നില്ല, കാരണം ചെറിയ 2 കുഞ്ഞുള്ളി എടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്നങ്ങ് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാഷ്യൂവും കൂടെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 1/2 ഗ്ലാസോളം പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരത്തിന് കണക്കായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് ചൂടായി തിളച്ച് തുടങ്ങുമ്പം ഇതിലേക്ക് നമുക്ക് തരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം തരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് യോജിപ്പിച്ച് മിക്സാക്കി എടുക്കാം. തരി നന്നായിട്ടൊന്ന് ഈ പാലിൽ കടന്നിട്ട് വെന്ത് കിട്ടണം. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഒരു 5-8 മിനിറ്റോളം ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ടൊരു 2-3 തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ തരികാച്ചിയത് ഇവിടെ റെഡിയായി. നമ്മളിങ്ങനെയാണ് തരികാച്ചാറ്. ചിലരെന്ന് പറയുന്നത് പാലും തരിയും ഒക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായി തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ നെയ്യിൽ കുഞ്ഞുള്ളിയോ അല്ലെങ്കിൽ ഉള്ളിയോ ഒക്കെ തൂയിച്ചിടുന്നതാണ് കണ്ടത്. അപ്പം അങ്ങനെ 2 പാത്രത്തിലാക്കുന്നതിനെക്കാട്ടിലും ഞാനിപ്പം ഇങ്ങനെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. രണ്ടും സെയിം തന്നെയാണ്, നല്ല ടേസ്റ്റുമാണ്.
അപ്പം ഇന്നത്തെ എൻ്റെ നോമ്പുതുറ ഇവിടെ എല്ലാം കണ്ടല്ലോ. എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. അപ്പം ഓയിൽ ഫ്രീ ഇഫ്താർ റെസിപ്പീസ് വേണമെന്ന് പറഞ്ഞവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡംപ്ലിങ്സിൻ്റെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ ആ ഒരു സ്റ്റഫിങ്ങിനുള്ള മസാല ഉണ്ടാക്കാനുള്ള കുറച്ച് ഓയിൽ മാത്രമേ അതിലെടുത്തിട്ടുള്ളൂ. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇന്നത്തെ നോമ്പുതുറയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം ഐമൂൺസ് കിച്ചൺ. താങ്ക് യു.